അത് അദ്ദേഹത്തിന്റെ തീരുമാനമല്ലേ? ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. യു ഡി എഫ് അവരെ എടുക്കണോ എടുക്കണ്ടേ എന്ന കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തോട് ഈ ഗവൺമെന്റ് കാണിച്ചത് അങ്ങേയറ്റത്തര രാഷ്ട്രീയ ചെറ്റത്തരമാണ്. ഒരു കാരണവശാലും ഒരാളോട് MLA അല്ലേ, ബാക്കിയെല്ലാം പോട്ടെ, ഒരു രാഷ്ട്രീയം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ലീഗ് വിട്, അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിനെ എന്ത് വെച്ചാ അറസ്റ്റ് ചെയ്തത്? എന്തിന്റെ പുറത്താണ് അറസ്റ്റ് ചെയ്തത്? നമസ്കാരം. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് പ്രതിരോധിച്ച് അടഞ്ഞുകിടന്ന ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച് അതിലുണ്ടായിരുന്ന ഉപകരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള സാധന സാമഗ്രികളും നശിപ്പിച്ചതിന്റെ പേരിൽ DMK നേതാവായ നിലമ്പൂർ MLA ആയ PV അൻവറിനെതിരെ പിണറായി വിജയൻ കേസെടുക്കുകയുണ്ടായി. ഒരു ദിവസം അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയുണ്ടായി. എന്നാൽ പിറ്റേ ദിവസം നിലമ്പൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി PV അൻവറിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. PV അൻവറിന് ജയിലിൽ വെച്ച് വകവരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് എന്നുള്ള കിംവദന്തികളാണ് ഇപ്പോൾ പുറത്ത് പ്രചരിക്കുന്നത്. PV അൻവറും തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത അവസരത്തിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നാൽ നമുക്ക് വീണ്ടും കാണാം എന്നാണ് മാധ്യമങ്ങളോട് PV അൻവർ പറഞ്ഞത്. അതായത് ജയിലിൽ വെച്ച് ഏത് വിധേനയും PV അൻവറിനെ ഇവർ അപായപ്പെടുത്തും എന്നുള്ളൊരു ആശങ്ക PV അൻവറിനും ഉണ്ടായിരുന്നു എന്ന് വേണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ. എന്തായാലും CPMമായി ബന്ധപ്പെട്ട പല പ്രമാദമായ കേസുകളിലും ചില ആളുകൾ ജയിലിൽ വെച്ച് വിഷബാധയേറ്റു മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ വിഷം കലർന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ചില വെളിപ്പെടുത്തലുകൾ അടുത്ത കാലത്താണ് പുറത്തു വന്നത്. മരിച്ചുപോയതിനാൽ ആ നേതാവിന്റെ പേര് പറയുന്നില്ല. ആ നേതാവിന്റെ മകൾ തന്നെയാണ് പിന്നെ ഇത്തരത്തിലൊരു പരാമർശം ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ വിഷാംശം ചെന്നിട്ടുണ്ടായിരുന്നു എന്നാണ്, സ്ലോ പോയിസൺ ചെന്നതിന്റെ പേരിലാണ് മരണം സംഭവിച്ചത് എന്നൊക്കെയുള്ള ഒരു വിവാദ പരാമർശം കേരളത്തിൽ ഉണ്ടായിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് മുസ്ലിം ലീഗിന്റെ MLA ആയ KM ഷാജി വളരെ വലിയ ഒരു പരാമർശം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. CPM എപ്പോഴും അങ്ങനെ തന്നെയാണ്. CPM പെടും എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ നിൽക്കുന്ന എതിരാളികളെയും ഏതെങ്കിലും തരത്തിൽ CPMന് അനുകൂലമായ തെളിവുകൾ പുറത്തു പോകും എന്ന് കണ്ടാൽ അവരുടെ കൂടെ നിൽക്കുന്ന CPM പ്രവർത്തകരെ തന്നെയും ഇല്ലാതാക്കുന്ന പ്രവണതയാണ് CPMന് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് അവരുടെ കൂടെ നിന്ന് ഒരാളെ, ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരാളെ ജയിലിൽ വെച്ച് വിഷം നൽകി കൊന്നു എന്ന് തന്നെയാണ് അന്ന് KM ഷാജിയും പറഞ്ഞത്. അത് ആ വീട്ടുകാരുടെ പ്രസ്താവനയെ കടമെടുത്തുകൊണ്ട് തന്നെയാണ് KM ഷാജി അന്ന് പ്രസംഗിച്ചത്. എന്നാൽ ഇതിന് സമാനമായ ഒരു അന്തരീക്ഷം തന്നെയാണ് PV അൻവറിന്റെ കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളതാണ് PV അൻവറും ഒരുപക്ഷെ പങ്കുവച്ചത്. ജയിലിൽ വെച്ച് എന്നെ അപായപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കാണാം എന്ന് പറയുമ്പോൾ PV അൻവറിന് ജീവഭയം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു ദിവസം രാത്രി ജയിലിൽ കഴിഞ്ഞ അവസരത്തിൽ അദ്ദേഹത്തിന് നൽകിയ ഭക്ഷണം അദ്ദേഹം കഴിച്ചില്ല എന്നാണ് പറയുന്നത്. ഒരു സമുന്നതനായ CPM നേതാവ് ജയിലിൽ വെച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചതിനെ തുടർന്ന് തന്നെയാണ് PV അൻവർ ആ ഓർമ്മയിൽ തന്നെയാണ് തന്നെ ഏതെങ്കിലും വിധത്തിൽ അപായപ്പെടുത്തുവാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ, പിണറായി വിജയന് സ്വാധീനമുള്ള ഏതെങ്കിലും ജയിലിലെ പ്രതികളോ അല്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ഏർപ്പാടാക്കി ആരെങ്കിലും തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തൻ്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി തരുമോ എന്നുള്ള സംശയം കൊണ്ട് PV അൻവർ ജയിലിൽ നിന്ന് കിട്ടിയ ഭക്ഷണം കഴിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് തൻ്റെ ജീവന് ഭീഷണിയുണ്ട്, ജയിലിൽ നിന്നും താൻ തിരിച്ചു വരികയാണെങ്കിൽ കാണാമെന്ന് PV അൻവർ പറഞ്ഞതിൻ്റെ പൊരുൾ ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ജയിലിൽ നിന്ന് തിരിച്ചു വന്ന PV അൻവർ പൂർവാധികം ശക്തിയായി തന്നെ CPMനെതിരെയും പിണറായി വിജയനെതിരെയും നിലകൊള്ളുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. PV അൻവർ UDFലേക്ക് ചേക്കേറുന്നു എന്നുള്ള വാർത്തകൾ പരക്കുമ്പോൾ ആ വാർത്തയെക്കുറിച്ച് KPCC പ്രസിഡന്റ് K സുധാകരനോട് മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. PV അൻവർ UDFൽ വരുന്നതിനോട് തനിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ UDF എന്ന് പറഞ്ഞ ഒരു പറ്റം രാഷ്ട്രീയ കൂട്ടായ്മയാണ്, അവരുടെ എല്ലാവരുടെയും അഭിപ്രായം തേടേണ്ടതുണ്ട്. കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെ നിരവധി കക്ഷികൾ അതിലുണ്ട്. അതുകൊണ്ട് അവിടെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നതിൽ യാതൊരു പ്രസക്തിയില്ല. UDFലേക്ക് ആർക്കും വരാം, നിങ്ങൾക്കും വേണമെങ്കിൽ വരാം എന്നാണ് ഒരു മാധ്യമപ്രവർത്തകനോട് K സുധാകരൻ തുറന്നടിച്ചത്. അൻവർ UDFൽ വരുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് വിയോജിപ്പൊന്നുമില്ല, എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് ചില വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ, ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അത് അവരുടെ അഭിപ്രായം മാത്രമായി കണ്ടാൽ മതി, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമായി കണ്ടാൽ മതി എന്നാണ് K സുധാകരൻ പറഞ്ഞത്. എന്നാൽ ഈ ഗവൺമെൻറ്, അതായത് പിണറായി വിജയൻ്റെ CPM സർക്കാർ PV അൻവർ എന്ന ജനസാമാജികനോട്, ഒരു നിയമസഭാ സാമാജികനോട് കാണിക്കാൻ പാടില്ലാത്ത അത്ര രാഷ്ട്രീയ ചെറ്റത്തരമാണ് കാണിച്ചത് എന്നുകൂടി K സുധാകരൻ പറഞ്ഞു. എന്തിൻ്റെ പേരിലാണ് PV അൻവറെ അറസ്റ്റ് ചെയ്തത്? നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച് അവിടെ വസ്തുവകകൾ തകർക്കുന്ന സന്ദർഭത്തിൽ ഒരു കാരണവശാലും PV അൻവർ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് PV അൻവറിന്റെ പേരിൽ കേസെടുത്തത് എന്നുകൂടി K സുധാകരൻ ചോദിക്കുന്നു. മാത്രമല്ല
ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിയമസഭയിൽ സ്പീക്കറുടെ ഡയസിൽ കയറി ആന കരിമ്പിൻ തോട്ടത്തിൽ കയറിയതുപോലെ സ്പീക്കറുടെ ചെയറും ഡയസിലുണ്ടായിരുന്ന ടെലിഫോണും സാധന സാമഗ്രികളെല്ലാം അടക്കം നശിപ്പിച്ച ശിവൻകുട്ടി ഇപ്പോഴും CPM മന്ത്രിസഭയിൽ മന്ത്രിയായി തുടരുന്നു, അതും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി തുടരുന്നു. ഇത് വിരോധാഭാസം തന്നെയല്ലേ എന്നാണ് കെ സുധാകരൻ ചോദിച്ചത്. അപ്പോൾ CPM ചെയ്യുമ്പോൾ അതിനൊരു നീതി, മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഏതെങ്കിലും തരത്തിലുള്ള സമരമുറകൾ അവലംബിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറ്റൊരു രീതി. ഇത് രണ്ട് ശിക്ഷാക്രമമാണ് ഇവർ അവലംബിക്കുന്നത്. ഇത് CPMന്റെ കാടത്തമാണ്, നെറികേടാണ്, പോക്കിരിത്തരമാണ്, പിണറായി വിജയൻ ചെറ്റത്തരമാണ് കാണിച്ചത് എന്ന് തന്നെയാണ് PV അൻവറിന്റെ അറസ്റ്റിനെ കുറിച്ച് കെ സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. PV അൻവറിന്റെ അറസ്റ്റിനെ കുറിച്ചും UDF പ്രവേശനത്തെ കുറിച്ചും കെ സുധാകരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അത് അദ്ദേഹത്തിന്റെ തീരുമാനമല്ലേ, ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. UDF അവരെ എടുക്കണോ എടുക്കണ്ടേ എന്ന കാര്യമൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തോട് ഈ ഗവൺമെന്റ് കാണിച്ചത് അങ്ങേയറ്റത്തര രാഷ്ട്രീയ ചെറ്റത്തരമാണ്. ഒരു കാരണവശാലും ഒരാളോട് MLA അല്ലേ, ബാക്കിയെല്ലാം പോട്ടെ, ഒരു രാഷ്ട്രീയം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ലീഗ് വിട്, അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിനെ എന്ത് വെച്ചാ അറസ്റ്റ് ചെയ്തത്? എന്തിന്റെ പുറത്താ അറസ്റ്റ് ചെയ്തത്? പറയും. ഒരു ജനപ്രതിനിധിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ എന്താ? ഫോറസ്റ്റ് ഓഫീസ് തല്ലി തകർത്തു. അതൊക്കെ ശുദ്ധ അസംബന്ധം പറയാണ്. ഒന്നും തല്ലി പൊളിച്ചിട്ടില്ല. പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കോടതി ഹാജരായിക്കൂടെ? കോടതി ഹാജരായിക്കൂടെ? അതൊക്കെ ഞാൻ ഒറ്റക്ക് പറയേണ്ടതില്ലല്ലോ. UDF എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗ്രൂപ്പല്ലേ, അതെല്ലാരോടും ചർച്ച ചെയ്യാണ്ടത് നിങ്ങൾക്ക് ഒറ്റക്കൊരു അഭിപ്രായം പറയാൻ പറ്റും. വ്യക്തിപരമായി അൻവർ എന്റെ പഴയ സഹപ്രവർത്തകനാണ്. ഞാൻ കോൺഗ്രസിലുള്ള കാലത്ത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. ഞങ്ങൾ നല്ല ബന്ധമാണ്. അതിനപ്പുറത്ത് അതേക്കുറിച്ചൊന്നും പറയാനില്ല. ബാക്കിയൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അത് ഞാൻ ഒറ്റക്ക് പറയേണ്ടതല്ല. അത് ഞങ്ങളൊരു ചർച്ച നടത്തി പറയേണ്ടതാണ്. നല്ല കുടുക്കല്ലേ ഈ ഒരു സാഹചര്യത്തിൽ വന്നാൽ ഗുണം ചെയ്യില്ലേ? അൻവർ വന്നാൽ ഗുണം ചെയ്യില്ലേ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ? ആര് വന്നാലും ഗുണം ചെയ്യും. ഈ പാർട്ടിന്റെ അകത്ത്, ഈ മുന്നണിക്കകത്ത് ആര് വന്നാലും ഗുണം ചെയ്യും. നിങ്ങൾ വന്നാലും ഗുണം ചെയ്യും. ഉറപ്പല്ലേ? അതുണ്ടാവും. ഒരാൾ വരുമ്പോ അഭിപ്രായ വ്യത്യാസവും ഐക്യമെല്ലാം ഉണ്ടാവില്ലേ?